ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 2020 ലോകകപ്പിൻ്റെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ സൂപ്പർ 8 ഇന്ത്യയുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ മത്സരം കാണുവാൻ വേണ്ടി. അപ്പോൾ ഇവർ തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയത് T20 ലോകകപ്പിൽ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടിയ ചരിത്രം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇവർ തമ്മിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് 2007 ആദ്യത്തെ ലോകകപ്പിൽ തന്നെ, ആദ്യത്തെ T20 ലോകകപ്പിൽ തന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിരുന്നു. സൗത്ത് ആഫ്രിക്ക നടന്ന ലോകകപ്പിൽ സെമി ഫൈനലിലാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ സെമി ഫൈനലിൽ ഇന്ത്യ 15 റണ്ണിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നു. അതായത് യുവരാജ് സിംഗിൻ്റെ മാരക ബാറ്റിങ്ങും ശ്രീശാന്തിൻ്റെ മാരക ബൗളിങ്ങും കൂടെ ആയപ്പോഴേക്ക് ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 15 റണ്ണിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ശ്രീശാന്ത്, ഹൈഡൻ്റെയും ഗിൽക്രിസ്റ്റിൻ്റെയും വിക്കറ്റ് എടുത്തത് ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നും മറക്കാനിടയില്ല. മനോഹരമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു, അതൊക്കെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. പിന്നെ യുവരാജ് സിംഗിൻ്റെ മാരക ബാറ്റിംഗ് കൂടെ ആയപ്പോൾ ഇന്ത്യ 15 റണ്ണിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. പിന്നീട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 2010 ലോകകപ്പിലാണ്. 2010 T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കായിരുന്നു വിജയം. ഓസ്ട്രേലിയ 49 റണ്ണിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. പിന്നീട് 2012 ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. 2012 ഏറ്റുമുട്ടിയപ്പോഴും ഓസ്ട്രേലിയയായിരുന്നു ജയിച്ചത്. ഓസ്ട്രേലിയ 9 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. പിന്നീട് 2014 ലോകകപ്പിൽ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 73 റണ്ണിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് 2016 ലോകകപ്പിൽ വീണ്ടും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 6 വിക്കറ്റിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. അങ്ങനെ 5 മത്സരങ്ങളാണ് ഇവർ ഇതുവരെ കളിച്ചിട്ടുള്ളത്. 5 മത്സരങ്ങളിൽ ഇന്ത്യ 3 മത്സരത്തിൽ വിജയിച്ചു, ഓസ്ട്രേലിയ 2 മത്സരത്തിൽ വിജയിച്ചു. അപ്പോൾ ഇന്ത്യക്കാണ് മേൽക്കൈ എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഇതുവരെ മത്സരിച്ചിട്ടുള്ളതിൽ. ഇപ്പോൾ വീണ്ടും ഇവർ സൂപ്പർ 8 മത്സരിക്കാൻ പോകുന്നു. വെസ്റ്റ് ഇൻഡീസിലെ സെൻറ്റ് ലൂസിയയിലെ ഡാരൻ സാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ 6 മത്സരങ്ങൾ കളിച്ചതിൽ ഇന്ത്യ 5 എണ്ണത്തിൽ വിജയിച്ചു, 1 മഴ മൂലം ഉപേക്ഷിച്ചു. ഓസ്ട്രേലിയ സൈഡ് നോക്കുമ്പോൾ 6 മത്സരം കളിച്ചതിൽ 5 എണ്ണത്തിൽ വിജയിച്ചു, 1 പരാജയപ്പെട്ടു. അതും അഫ്ഗാനിസ്ഥാനോട് അപ്രതീക്ഷിതമായൊരു തോൽവിയായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യക്കാണ് 100% വിന്നിംഗ് പെർസെൻറ്റേജോട് കൂടിയാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാനിറങ്ങുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം, മിച്ചൽ മാർഷ് നയിക്കുന്ന ഓസ്ട്രേലിയൻ ടീം. ഏതായാലും നല്ലൊരു മത്സരമാണ് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നതെന്ന് പറയാം. ഇന്ത്യയും ഓസ്ട്രേലിയയും ഇവർ തമ്മിൽ എപ്പോൾ കളിച്ചാലും അതൊരു ഒട്ടേറെ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ത്യ വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.